വിവിധ മണ്ഡലങ്ങളിലെ വിശേഷങ്ങളും വാർത്താ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം നമുക്ക് അമ്പലപ്പുഴയിലേക്ക് പോകാം. അമ്പലപ്പുഴ സീറ്റ് ഇരു മുന്നണികൾക്കും തലവേദനയാവുകയാണ്. പാർട്ടിയുമായി ഇടഞ്ഞ ജി സുധാകരൻ യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നതിലാണ് ആകാംക്ഷ. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ എത്തിയാൽ ജാതി സമവാക്യങ്ങൾ മാറി മറിയുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അമ്പലപ്പുഴ സീറ്റ് കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ മറ്റ് സീറ്റുകൾക്കായി നേതാക്കൾ പിടിവലി തുടരുന്നു. ജി സുധാകരൻ 2 ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കിയേക്കും. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം നോക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി അമ്പലപ്പുഴ മാറിയിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ ഇത്തരത്തിലൊരു തലവേദന ഉണ്ടാകുമെന്ന് CPM പ്രതീക്ഷിച്ചതേ ഉണ്ടാകില്ല. അത്തരത്തിൽ അപ്രതീക്ഷിതമായി ജി സുധാകരൻ എന്ന ഒരു ഫാക്ടർ അവിടെ ഒരു നിർണായക ഘടകമായി എത്തുമ്പോൾ ഇനി CPMന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ UDFിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് സജീവമായി അവിടെ നടക്കും. അങ്ങനെയെങ്കിൽ ഈ അമ്പലപ്പുഴ സീറ്റ് കൈവിട്ടതോടുകൂടി മറ്റ് സീറ്റുകളിൽ ഈ കോൺഗ്രസിലെ നേതാക്കൾ ഉന്നം ഇട്ടുവെച്ചിരുന്ന അമ്പലപ്പുഴ സീറ്റ് ലക്ഷ്യമാക്കി വെച്ചിരുന്ന മറ്റ് നേതാക്കൾ ആലപ്പുഴയിലെ മറ്റ് സീറ്റുകൾക്കായി ഇനി പിടിവലി മുറുക്കില്ലേ മനീഷ്? ആര്യ, അമ്പലപ്പുഴ CPMന് ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള സ്ഥലമാണ്, പാർട്ടിക്ക് സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇപ്പോഴിതാ പാർട്ടിക്ക് തലവേദനയാകുന്നത്, വെല്ലുവിളിയാകുന്നത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും പുന്നപ്രയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ജി സുധാകരന്റെ സാന്നിധ്യമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നതാണ്. പാർട്ടി മെമ്പർഷിപ്പ് അടക്കം പുതുക്കാതെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ വരുമെന്നുള്ള വലിയ അനിശ്ചിതത്വമുണ്ട്. അങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിക്ക് ജി സുധാകരൻ വെല്ലുവിളിയാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അവിടെ സംഘടനാ സംവിധാനം എല്ലാം ആകെ ഉണർന്ന് ജി സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ, സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണെങ്കിൽ ഉണർന്ന് അതിനെതിരെ എന്താണെങ്കിലും ശക്തമായ വികാരം ഉണ്ടാകും എന്നാണ് LDF അല്ലെങ്കിൽ ഇടതുപക്ഷവും CPMും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇപ്പോൾ തന്നെ CPM കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിനോടകം തന്നെ ജി സുധാകരൻ പല പാർട്ടി മെമ്പർമാരായിട്ടുള്ള പല ആളുകളോടും തനിക്ക് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടത്. പക്ഷേ ജി സുധാകരൻ കാണിക്കുന്നത് പാർട്ടിയോടുള്ള വഞ്ചനയാണെന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടാകുന്നു. പക്ഷെ അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. അങ്ങനെ CPMലും LDFലും അങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പമാണ് അത് സംബന്ധിച്ചുണ്ടാകുന്നത്. പക്ഷേ UDFിലാകട്ടെ പ്രധാനപ്പെട്ട KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ നിലവിൽ UDF സീറ്റ് അമ്പലപ്പുഴയിൽ ചർച്ച വേണ്ട, മറ്റ് 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 സീറ്റുകളിൽ ഇപ്പോൾ ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ അമ്പലപ്പുഴയിൽ ചർച്ച വേണ്ട. ഇത് പക്ഷേ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായി എത്തുമെങ്കിൽ UDFിൽ ആകെയുള്ള ജില്ലയിലെ ജാതി സമവാക്യങ്ങൾ ആകെ പൊളിക്കേണ്ടി വരും. കാരണം അവിടെ ഹരിപ്പാടും ചെങ്ങന്നൂരും പരിഗണിക്കുന്ന അതേ ജാതിയിൽപ്പെട്ട ആൾ തന്നെ, അതായത് നായർ കാൻഡിഡേറ്റ് തന്നെ വീണ്ടും അമ്പലപ്പുഴയിൽ എത്തിയ ജില്ലയിൽ മത്സരിക്കുന്നത് 3 നായർ കാൻഡിഡേറ്റായി മാറും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ജാതി സമവാക്യത്തിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ ജാതി സമവാക്യത്തിൽ ഉണ്ടാകുന്ന അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വീണ്ടും പൊളിക്കേണ്ട ഒരു നിലയിലേക്ക് UDFന് എത്തേണ്ടി വരും. ഒപ്പം തന്നെ അവിടെ മത്സരിക്കാൻ കാത്തിരുന്നത്, അവിടെ നേരത്തെ M. ലിജു അടക്കമുള്ള നേതാക്കൾ തൃപ്പൂണിത്തുറ മണ്ഡലം നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നു. പക്ഷേ അവിടെ മത്സരിക്കാൻ നിന്നിരുന്ന A. ഷുക്കൂർ അടക്കമുള്ള ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ള, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ MB പ്രവീൺ അടക്കമുള്ള ആളുകൾക്ക് ഇനി മറ്റു മണ്ഡലം നോക്കി പോകേണ്ട അവസ്ഥയാണ്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്രയും വേഗം പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കില്ല. അവിടെയും ജാതി സമവാക്യങ്ങളും മറ്റ് ഫാക്ടറുകളും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറികടന്നുകൊണ്ട് എങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ജി സുധാകരൻ എത്തുന്നത് UDFിലും വലിയ അസ്വാരസ്യമുണ്ട്. വർഷങ്ങളായി അവസാന ടേമിലെങ്കിലും മത്സരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോട് തന്നെ നിൽക്കുന്ന A. ഷുക്കൂർ അടക്കമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇനി അടുത്തൊരു ടേമില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ എങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കും? ഒപ്പം തന്നെ ജി സുധാകരൻ അതായത് ഒരു UDFന്റെ മാത്രമല്ല ഒരു പൊതു സ്വതന്ത്രമായി മത്സരിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും UDFിൽ നിന്നുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പാളയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രമായി മത്സരിക്കാനുള്ള നീക്കം ജി സുധാകരൻ നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയെങ്കിൽ NDA BJP കൂടി ജി സുധാകരനെ പിന്തുണയ്ക്കുമോ? അതായത് BJPക്കും കോൺഗ്രസിനും UDFനും ഇവിടെ സ്ഥാനാർത്ഥിയില്ലാതെ അവിടെ മത്സരം ഇടതുപക്ഷവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജി സുധാകരനിലേക്ക് മാത്രം മാറുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിലവിലെ സിറ്റിംഗ് MLA H. സലാമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ശക്തമായ നേരത്തെ സൂചിപ്പിച്ച സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് അമ്പലപ്പുഴ. പക്ഷേ അവിടെ ജി സുധാകരൻ എത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും? അതിൽ പാർട്ടി അണികളിൽ, പാർട്ടി അനുഭാവികളിൽ, പാർട്ടി മെമ്പർമാരിലൊക്കെ തന്നെ ആരും
ജി സുധാകരനൊപ്പം പോകില്ല എന്നൊരു വികാരമുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ജി സുധാകരൻ വളരെ നാളുകൾ MLA ആയിട്ടിരുന്നിട്ടുള്ള അദ്ദേഹം 10 വർഷക്കാലത്തോളം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലത്തെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത് എന്തൊക്കെ തരത്തിലുള്ള അലയൊലികൾ ഉണ്ടാക്കുമെന്നത് LDFനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി ജി സുധാകരനിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി. ജി സുധാകരന്റെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ തരത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 1 വർഷം മുൻപ് ആദ്യം രമേശ് ചെന്നിത്തലയുമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ മത്സരിക്കാനുള്ള നീക്കം നടത്തിയെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കം കരുതിക്കൂട്ടിയുള്ളതാണെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും അത് UDFലും LDFലും ഒരുപോലെ തലവേദന ഉണ്ടാക്കുകയാണ് ജി സുധാകരന്റെ വിഷയം. അത് അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ജി സുധാകരൻ ഫാക്ടർ ഏത് തരത്തിൽ ഇനി രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.